എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 പബ്ലിക് എക്സാമിനേഷൻ അവസാനിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന കാര്യമാണ്, ഈ ഒരു പബ്ലിക് എക്സാമിനേഷനിൽ ഏതെങ്കിലും സബ്ജക്റ്റുകൾ തോൽക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ എല്ലാ സബ്ജക്റ്റിൻ്റെ പരീക്ഷയും സേ പരീക്ഷയായിട്ട് എഴുതേണ്ടതുണ്ടോ? അല്ലെങ്കിൽ +2 സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ആ ഒരു സേ പരീക്ഷയിലും തോൽക്കുന്ന സമയത്ത് പിന്നീട് അടുത്ത വർഷം ഈ ഒരു എല്ലാവിധ സബ്ജക്റ്റുകളും വീണ്ടും സേ പരീക്ഷ എഴുതേണ്ടതുണ്ടോ? അതുപോലെ എത്ര മാർക്കാണ് വിദ്യാർത്ഥികൾ സേ പരീക്ഷയിൽ നേടേണ്ടത്? അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സേ പരീക്ഷയിൽ വരുന്നതും അതുപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ളതും ക്വസ്റ്റ്യൻ പേപ്പർ സെയിം ആണോ? അതുപോലെ തന്നെ ഈ വർഷം ഒരു വിഷയം ഇംപ്രൂവ്മെൻറ്റ് ചെയ്ത് അടുത്ത വർഷം അടുത്തൊരു സബ്ജക്റ്റ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? അതുപോലെ തന്നെ സെയിം ഇംപ്രൂവ്മെൻറ്റും ഒരുമിച്ച് ഒരു വിദ്യാർത്ഥിക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതും വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ്. അപ്പോൾ അതുപോലെ തന്നെ നീറ്റ് പരീക്ഷ, അതുപോലെ കീം, JEE ഇതുപോലുള്ള പരീക്ഷകളിൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് +2 പരാജയപ്പെടുകയാണെങ്കിൽ ആ ഒരു പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുമോ എന്നുള്ളതും വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ്. അപ്പോൾ ആ ഒരു എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരം ഈ ഒരു വീഡിയോ വഴി വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു സംശയമായിരുന്നു, വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സേ പരീക്ഷ എഴുതിയിട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു +2 ജയിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ സേ പരീക്ഷ എഴുതിയിട്ട് ജയിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ ഈ ഒരു റിസൾട്ട് വന്ന ശേഷം നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സേ പരീക്ഷ എഴുതിയിട്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു വർഷം നഷ്ടപ്പെടാതെ തന്നെ നിങ്ങൾക്ക് +2 ജയിക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കുന്നത് ഈ ഒരു നീറ്റ് പരീക്ഷയുടേതാണ്. അതായത് നീറ്റ്, അതുപോലെ തന്നെ JEE, അതുപോലെ തന്നെ അതുപോലെ തന്നെ കീം ഇതുപോലുള്ള മത്സര പരീക്ഷകളുണ്ട്. അതുപോലെ നാറ്റ എക്സാമിനേഷൻ ഇതുപോലുള്ള മത്സര പരീക്ഷകളുണ്ട്. അപ്പോൾ ഈ ഒരു പരീക്ഷകൾക്ക് നിങ്ങൾ ഓൾറെഡി JEEയും നീറ്റും രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാകും. കീമിൻ്റേത് ഇപ്പോൾ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നീറ്റ് പരീക്ഷയ്ക്ക് നിങ്ങൾക്കുള്ള എലിജിബിലിറ്റി ആയിട്ട് പറയുന്നത്, നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയ്ക്ക് ടോട്ടൽ ഓരോ സബ്ജക്റ്റിനും കൂടി +2ൽ 50% മാർക്കും, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ തിയറി, അതുപോലെ തന്നെ CE മാർക്ക് ടോട്ടലാണ് 50% കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് പാസും ആയിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള പരീക്ഷകൾക്കുള്ള എലിജിബിലിറ്റിയും ഏകദേശം അതേ രീതിയിലാണ് വരിക. അപ്പോൾ നിങ്ങൾ +2 പരീക്ഷയ്ക്ക് തോൽക്കുകയാണെങ്കിൽ കൂടി ഈ ഒരു പരീക്ഷകൾ എഴുതാവുന്നതാണ്. കാരണം നിങ്ങൾക്ക് +2വിൻ്റെ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ്റെ റിസൾട്ട് വന്ന ശേഷം മാത്രമേ ഇതിൽ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതുള്ളൂ. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് +2 പരീക്ഷ എഴുതിയിട്ടുണ്ട്, അതിൽ നിങ്ങൾ തോൽക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ നിങ്ങൾ നീറ്റ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നീറ്റ് പരീക്ഷ എഴുതാവുന്നതാണ്. അപ്പോൾ നീറ്റ് പരീക്ഷ എഴുതുന്നതിൽ പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല. പക്ഷെങ്കിൽ അതിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾ പിന്നീട് നിങ്ങളുടെ +2വിൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതായിട്ട് വരും. അതായത് നിങ്ങൾ ഈ ഒരു പരീക്ഷയിൽ എലിജിബിൾ ആണോ എന്നുള്ളത് ആ ഒരു ഘട്ടത്തിലാണ് ചെക്ക് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പരീക്ഷ എഴുതുന്നതിൽ യാതൊരുവിധ തടസ്സവുമില്ല, നിങ്ങൾക്ക് പരീക്ഷ എഴുതാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ +2വിൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്ത് നൽകുന്ന സമയത്ത് നിങ്ങൾ അത് എലിജിബിൾ ആണോ, അതായത് ഇതിൽ പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾ കറക്റ്റായിട്ട് പാലിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് അതിൽ ആരൊക്കെയാണ് ക്വാളിഫൈ ആയിട്ടുള്ളത്, അപ്പോൾ അതനുസരിച്ച് അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും എന്നുള്ളത് മാത്രമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു നീറ്റോ, JEEയോ, കീമോ എന്നിങ്ങനെയുള്ള പരീക്ഷകളൊക്കെ, അതായത് കീം പരീക്ഷയോ നിങ്ങൾക്ക് ഈ ഒരു +2 സബ്ജക്റ്റ് പരാജയപ്പെടുന്നത് കൊണ്ട് എഴുതാൻ സാധിക്കാതെ വരില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ച് ഈ ഒരു പരീക്ഷകളൊക്കെ എഴുതാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയെങ്കിൽ നല്ലൊരു റാങ്ക് കിട്ടുകയാണെങ്കിൽ അഥവാ നിങ്ങൾ +2 ജയിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷകൾ എഴുതുന്നതിന് പ്രത്യേകിച്ച് ഒരു തടസ്സമൊന്നുമില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ +2 പരീക്ഷ എഴുതിയ ശേഷം നിങ്ങൾക്ക് നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റ്, എല്ലാ സബ്ജക്റ്റും ജയിച്ചിട്ടുണ്ട്, ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെ മാർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സബ്ജക്റ്റ് ഇപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ വരുന്ന +2 സേ പരീക്ഷയോടൊപ്പം നടക്കുന്ന ഇമ്പ്രൂവ്മെൻറ്റ് ഒരു വിഷയം മാത്രം വിദ്യാർത്ഥികൾക്ക് റെഗുലറായിട്ട് +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അതായത് ആദ്യമായിട്ട് +2 പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള അവസരമാണ്. ഒരു സബ്ജക്റ്റ് ഇപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാം, അടുത്ത വർഷം വീണ്ടും അടുത്തൊരു സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ +2 സേ പരീക്ഷ വിദ്യാർത്ഥികൾക്ക് എത്ര വിഷയങ്ങളാണോ നിങ്ങൾ തോറ്റിട്ടുള്ളത്, അത് 6 വിഷയം തോറ്റിട്ടുണ്ടെങ്കിൽ 6 വിഷയം നിങ്ങൾക്ക് സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്ക് ഈ ഒരു സേ പരീക്ഷയിൽ നിങ്ങൾക്ക് എഴുതേണ്ട സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ഫെയിൽഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ മാത്രമേ, അതായത് ഏത് വർഷത്തെ സബ്ജക്റ്റാണോ
ഫെയിൽഡ് ആയിട്ടുള്ളത് അത് മാത്രം നിങ്ങൾക്ക് എഴുതിയാൽ മതി. ഒരു ഉദാഹരണത്തിന് ഒരു കെമിസ്ട്രി വിഷയത്തിൽ +1 ഒരു വിദ്യാർത്ഥി കിട്ടിയത് 15 മാർക്കാണെന്ന് കരുതുക. +2 TE മാർക്ക് കിട്ടിയത് 18 മാർക്കാണ്. അപ്പോൾ +2 പാസ്സാണ്, +1 ഫെയിൽഡാണ്. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഒന്നുകിൽ നിങ്ങൾക്ക് അടുത്ത വർഷം മാർച്ചിൽ നടക്കുന്ന +1 പരീക്ഷ എഴുതാം, അല്ലെങ്കിൽ +2 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയോടൊപ്പം പരീക്ഷ എഴുതിയിട്ട് അതായത് നിങ്ങൾക്ക് ഈ ഒരു D ഗ്രേഡാണ് ഉണ്ടാവുക. അതായത് ഈ രണ്ടും പാസ്സാവാത്തതുകൊണ്ട് D ഗ്രേഡ് അല്ല, ചിലപ്പോൾ D+ ഗ്രേഡ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിലും ഫെയിൽഡ് ആയിട്ടാണ് കാണിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് +2 പരീക്ഷ എഴുതിയിട്ട് ഇതിനോടൊപ്പം ബാക്കി കുറവുള്ള 3 മാർക്കും കൂടി 21 മാർക്ക് വാങ്ങിച്ചാൽ നിങ്ങൾ ആ ഒരു പരീക്ഷ പാസ്സാകും. പക്ഷെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ പരീക്ഷ ജയിക്കുള്ളൂ. അല്ലാതെ ജസ്റ്റ് പോയിട്ട് എഴുതി എന്നുള്ളത് കൊണ്ട് വിദ്യാർത്ഥികൾ ജയിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും സബ്ജക്റ്റ് തോൽക്കുകയാണെങ്കിൽ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അഥവാ ഫെയിൽഡ് ആവുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ ഇതേ രീതിയിൽ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം പല വിദ്യാർത്ഥികളും ചിലപ്പോൾ പരീക്ഷ എഴുതിയതുകൊണ്ട് നന്നായിട്ട് നല്ല മാർക്ക് തരുമെന്നുള്ളത് കരുതി നിങ്ങൾ വെറുതെ ജസ്റ്റ് പോയിട്ട് പരീക്ഷ എഴുതി വരുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. ഏതെങ്കിലും സബ്ജക്റ്റ് തോൽക്കുകയാണെങ്കിൽ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് എപ്പോഴാണ് നിങ്ങളുടെ +2 റിസൾട്ട് വരുന്നത്, അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജയിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ +2 പരീക്ഷയിലും തോൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നീട് മാർച്ച് മാസത്തിലാണ് പരീക്ഷ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ നിങ്ങൾക്ക് ഏത് വിഷയത്തിനാണോ തോറ്റിട്ടുള്ളത് ആ ഒരു വിഷയം മാത്രം എഴുതിയാൽ മതി. എല്ലാ സബ്ജക്റ്റുകളും എഴുതേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് വിഷയത്തിനാണോ പരാജയപ്പെട്ടുള്ളത് ആ ഒരു വിഷയം മാത്രം പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ +1 തോറ്റിട്ടുണ്ട്, +2 ജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു +1 കുറവുള്ള മാർക്ക് കൂടി, അതായത് എത്രയാണ് പരീക്ഷയ്ക്ക് ജയിക്കാൻ വേണ്ടത് എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം 36 അല്ലെങ്കിൽ 48 മാർക്കാണ്. അതായത് 80 മാർക്കിൻ്റെതിൽ 48ഉം അതുപോലെ തന്നെ 60 മാർക്കിൻ്റെ വിഷയത്തിൽ 2 വർഷം കൂടി 36 മാർക്കുമാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഏത് വിഷയത്തിനാണോ പരാജയപ്പെട്ടിട്ടുള്ളത് ആ ഒരു വിഷയത്തിൽ നിന്നും എത്രയാണ് അതിന് ടോട്ടൽ ജയിക്കാൻ വേണ്ട മാർക്ക്, അതിൽ നിന്നും +1 നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന TE മാർക്ക് കുറയ്ക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് ജയിക്കാനായിട്ട് വാങ്ങിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു ഉദാഹരണത്തിന് കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് ടോട്ടലായിട്ട് കിട്ടിയുള്ളത് അതായത് +1 കിട്ടിയുള്ളത് 15 മാർക്കും +2 കിട്ടിയത് 18 മാർക്കുമാണെന്ന് കരുതുക. അതായത് +1 15, +2 18 മാർക്കും. ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്നത് 36-ൽ നിന്നും +1 കിട്ടിയ 15 മാർക്കിനെ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 21 മാർക്കാണ് നിങ്ങൾ ജയിക്കാനായിട്ട് വാങ്ങിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഏത് വിഷയമാണോ തോറ്റിട്ടുള്ളത് ആ ഒരു വിഷയം മാത്രമേ പരീക്ഷ എഴുതേണ്ടതുള്ളൂ. അതായത് ആ ഒരു വർഷത്തെ പരീക്ഷ മാത്രമേ എഴുതേണ്ടതുള്ളൂ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമായിരിക്കും പരീക്ഷയ്ക്ക് ഏത് ഭാഗത്തു നിന്നാണ്, അതായത് ഏത് വർഷത്തെ പാഠഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് വരുന്നത് നിങ്ങൾ ഇപ്പോൾ +2 പരീക്ഷ എഴുതുന്ന സമയത്ത് +2 പരീക്ഷയുടെ അതായത് +2 പാഠഭാഗത്തു നിന്നാണ്, അല്ലാതെ +1 പാഠഭാഗത്തു നിന്നല്ല വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ +2 എന്താണോ പഠിച്ചത് ആ ഒരു പാഠഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും +2 പരീക്ഷയ്ക്ക് വരിക. കാരണം ഇത് കോമൺ ആയിട്ട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു സംശയമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് A+ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് 180 മുതൽ 200 വരെ മാർക്കാണ് 2 വർഷത്തെ CE, PE അതുപോലെ തന്നെ എഴുത്ത് പരീക്ഷയായിട്ടുള്ള TE മാർക്ക്. ടോട്ടൽ നോക്കുന്ന സമയത്ത് 180 മുതൽ 200 വരെ കിട്ടണം. അതുപോലെ 160 മുതൽ 179 വരെ കിട്ടിയാലാണ് A ഗ്രേഡ്. 140 മുതൽ 159 വരെ കിട്ടിയാലാണ് B+ ഗ്രേഡ് കിട്ടുക. 120 മുതൽ 139 വരെ കിട്ടുകയാണെങ്കിലാണ് B ഗ്രേഡ് കിട്ടുക. അതിനുശേഷം 100 മുതൽ 119 വരെ കിട്ടുകയാണെങ്കിൽ C+ഉം അതുപോലെ 80 മുതൽ 99 വരെ കിട്ടുകയാണെങ്കിൽ C ഗ്രേഡും അതുപോലെ തന്നെ 60 മുതൽ 79 വരെ കിട്ടുകയാണെങ്കിൽ D+ഉം അതുപോലെ 40 മുതൽ 59 വരെ കിട്ടുകയാണെങ്കിൽ D ഗ്രേഡും അതുപോലെ തന്നെ 40 മാർക്കിലും താഴെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ E ഗ്രേഡുമാണ് കിട്ടുക. അപ്പോൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് C+ കിട്ടിയാലും വിദ്യാർത്ഥികൾ തോൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ്, അതായത് C+, C, D+ ഇത് കിട്ടിയാലും വിദ്യാർത്ഥികൾ തോൽക്കാനുള്ള സാധ്യതയുണ്ട്. അതെങ്ങനെയാണ് എന്നുള്ളത് കൂടി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ ആണ് എങ്കിൽ നിങ്ങൾക്ക് അതായത് പ്രാക്ടിക്കലും അതുപോലെ തന്നെ CE മാർക്കും കൂട്ടുന്ന സമയത്ത് പ്രാക്ടിക്കൽ 40, CE 2 വർഷത്തെ 40 മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് കരുതുക. അപ്പോൾ ടോട്ടൽ 80 മാർക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾക്കറിയാം 80 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥിയുടെ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ C ഗ്രേഡ് ആയിട്ട് വരും. അതുപോലെ തന്നെ ഇതിനോടൊപ്പം ആ ഒരു വിദ്യാർത്ഥിക്ക് എഴുത്ത് പരീക്ഷയിൽ ഒരു 30 മാർക്ക് ആണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേങ്കിൽ 36 ജയിക്കാനായിട്ട് വേണം എങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ടോട്ടൽ 110 ഉണ്ട്. പക്ഷേങ്കിൽ C+ ഗ്രേഡാണ് കിട്ടിയത്. പക്ഷേങ്കിൽ ആ ഒരു വിദ്യാർത്ഥി
വിദ്യാർത്ഥി ഫെയിൽഡ് ആയിരിക്കും. കാരണം മിനിമം വാങ്ങിക്കേണ്ട TE മാർക്ക് 36 കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു വിദ്യാർത്ഥി ഫെയിൽഡ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വിദ്യാർത്ഥിക്ക് മിനിമം മാർക്ക് TE മാർക്ക്, അതായത് മിനിമം വേണ്ട TE മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിന് ഏത് ഗ്രേഡ് കിട്ടി എന്ന് പറഞ്ഞിട്ടും കാര്യമുണ്ടാവില്ല, ആ ഒരു സബ്ജക്റ്റ് ഫെയിൽഡ് ആവുന്നതാണ്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രേസ് മാർക്ക് വഴി വിദ്യാർത്ഥികൾക്ക് ജയിക്കാൻ സാധിക്കും. ഏതൊക്കെ സബ്ജക്റ്റാണോ ഫെയിൽഡ് ആവാൻ സാധ്യത കൂടുതൽ അതിനാണ് ആദ്യ പ്രയോറിറ്റി ലഭിക്കുക. അതിനുശേഷം എല്ലാ വിഷയങ്ങളും ജയിച്ചിട്ടുണ്ടെങ്കിൽ ഏത് വിഷയത്തിനാണോ A ഗ്രേഡ് അല്ലെങ്കിൽ A+ ഗ്രേഡ് കിട്ടാൻ സാധ്യത അതിനനുസരിച്ചിട്ടാണ് ഈ ഒരു ഗ്രേസ് മാർക്ക് നൽകുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു റിസൾട്ട് വന്ന ശേഷം ഏതൊക്കെ സബ്ജക്റ്റുകൾ ഫെയിൽഡ് ആയിട്ടുണ്ട് ആ ഒരു സബ്ജക്റ്റുകൾ നന്നായിട്ട് പഠിച്ച് പരീക്ഷയ്ക്ക് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ മാർക്ക് ഈ വർഷം മാത്രം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. 2025 പിന്നീട് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ റിസൾട്ടിൻ്റെ, അതായത് ഈ റിസൾട്ട് വന്ന ശേഷം ഏകദേശം നെക്സ്റ്റ് ഡേ തന്നെയാണ് ഈ ഒരു സേ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരിക. അതുപോലെ 4 ദിവസത്തോളമാണ് രജിസ്ട്രേഷനായിട്ട് സമയം കിട്ടുക. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം പല വിദ്യാർത്ഥികളും സേ പരീക്ഷ ഇല്ല എന്നൊക്കെ കരുതി രജിസ്ട്രേഷൻ ചെയ്യാതെ പോവാറുണ്ട്. അപ്പോൾ രജിസ്ട്രേഷൻ ഡേറ്റ് കഴിഞ്ഞ ശേഷം പിന്നീട് സ്കൂൾ അപേക്ഷാ ഫീസ് സ്വീകരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് എപ്പോഴാണ് എക്സാമിൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങളുടെ റിസൾട്ട് വന്ന് ഏകദേശം 2 ദിവസത്തിനുള്ളിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരും. എക്സാം ജൂണിലും അതുപോലെ റിസൾട്ട് ജൂലൈയിലുമാണ് വരിക. അപ്പോൾ നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും അതുപോലെ നിങ്ങളുടെ +1 +2 മാർക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയൊരു +2 സർട്ടിഫിക്കറ്റും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.